ഹായ് എവ്രിവൺ, ഇന്ന് നമ്മൾ നോക്കുന്നത് 2022 ഹിന്ദി മോഡൽ എക്സാമിൻ്റെ ആൻസേഴ്സ് ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് ആൻസേഴ്സ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് നോക്കാം. 1 से 6 तक के प्रश्नों के उत्तर कोष्टक से चुनकर लिखें. അപ്പോൾ 1 to 6 വരെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ബ്രാക്കറ്റിൽ നിന്ന് ചൂസ് ചെയ്ത് എഴുതാനാണ് പറയുന്നത്. ദുഃഖ് കിസ് വിധാ കി രചന ഹെ. ദുഃഖ് ഏത് ടൈപ്പ് രചനയാണ്, ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ അത് കഹാനിയാണ്. ബൂഢ ആദ്മി ക്യാ ബോ രഹാ ഥാ. ആ പ്രായം ചെന്ന ആള് എന്താണ് നടുന്നുണ്ടായിരുന്നത്? ആം കി ഗുട്ലിയാ. അസ്ലം കിസ് കഹാനി കാ പാത്ര ഹെ? അനുതാബ്. റൂത്താ ഹുവ ബച്ച കാസെ ചുപ് ഹോ രഹാ ഹെ. കരയുന്ന കുട്ടി എങ്ങനെയാണ് മിണ്ടാതിരിക്കുന്നത്? ബിസ്കുട്ട് കുതർത്തെ. മധുരുദു കിസ്കി രചന ഹെ? ജയശങ്കർ പ്രസാദ്. बड़े भाई के प्रति प्रतिकार भावना किस पाठ का विषय है? അതേത് ചാപ്റ്ററിലാണ്? അബ്രാദിലാണ്. നെക്സ്റ്റ് 7 से 10 तक के प्रश्नों में से किन्हीं 2 के उत्तर लिखिए. അപ്പോൾ മേലെ പറഞ്ഞ ആദ്യത്തെ കാറ്റഗറിയിൽ 6 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. രണ്ടാമത്തെ സെക്ഷനിൽ 7 തൊട്ട് 10 വരെ ഉള്ളതിൽ കിനി 2 के उत्तर लिखिए എന്നാ പറഞ്ഞേക്കണം. അപ്പൊ 4 ക്വസ്റ്റ്യനിൽ 2 എണ്ണത്തിന്റെയാണ് ആൻസർ എഴുതേണ്ട ആവശ്യമുള്ളൂ. 7th ക്വസ്റ്റ്യൻ, സംബ്രാൻ മഹിള ഫൂൽ और फल के बीज क्यों बाहर फेंक रही है? അപ്പൊ ഇതൊക്കെ ആനന്ദ് കി ഫുൽജഡിയ ചാപ്റ്റർ എടുത്ത സമയത്ത് ആൻസർ പറഞ്ഞിട്ടുള്ളതാണ്. സംഭ്രാന്ത് മഹിള വിചാരിക്കുന്നത് എന്താണ്? ഈ ഫൂൽ ഓർ ഫൽ കെ ബീജ് പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് എന്തെങ്കിലുമൊക്കെ മരമായിട്ട് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും എന്ന് ആ സ്ത്രീ കരുതുന്നത്. അസ്ലം की मृत्यु कैसे हुई? അപ്പൊ അസ്ലം എങ്ങനെയാണ് മരിച്ചത്? ഉസ്കെ ദോനോ ഗുർദോ മേ ഖരാബി थी. 2 കിഡ്നീസും ഡാമേജ്ഡ് ആയിരുന്നു. അതുപോലെ തന്നെ പേശാബ് ബന്ദ് होने के कारण उसकी मृत्यु हो गई. 9th, പത്ഥർ की बेंच पर कौन कौन बैठे हैं? പത്ഥർ की ബെഞ്ചിൽ ആരൊക്കെയാണ് ഇരിക്കുന്നത്? ഒരു കുട്ടിയുണ്ട്, ബച്ച. അതേപോലെ തന്നെ ഥക്കാ ഹുവ യുവക്, ക്ഷീണിച്ച ഒരു ചെറുപ്പക്കാരൻ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റിട്ടയർഡ് ഭൂഡ, പിന്നെ പ്രേമി പ്രേമിക, അവരൊക്കെയാണ് ഇരിക്കുന്നത്. മുझे अभी भूख नहीं है तू खा. दुख कहानी की माँ ऐसा क्यों कह रही है? അപ്പോ എനിക്കിപ്പോ വിശപ്പില്ല, നീ കഴിച്ചോളൂ എന്ന് ദുഃഖ് കഹാനിയിലെ അമ്മ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നാണ്. കാരണം घर में सिर्फ 2 ही रोटी थी, इसलिए माँ अपनी भूख छुपाकर बच्चे को वो दोनों रोटी दे देती है. എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വീട്ടില് 2 റോട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അമ്മ തന്റെ വിശപ്പ് മറച്ചു വെച്ചിട്ട് ആ 2 റോട്ടിയും കുട്ടിയോട് കഴിച്ചോളാൻ പറയാണ്. ഇനി നെക്സ്റ്റ് പറയണത് 11 से 15 तक के प्रश्नों में से किन्हीं 3 के उत्तर लिखिए. അപ്പോൾ 11 to 15 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ 3 ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് എഴുതേണ്ടത്. അതിൽ ഓരോ ക്വസ്റ്റ്യനും 4 മാർക്കാണ്. അപ്പൊ ടോട്ടൽ ഈ ഒരു സെക്ഷന് 12 മാർക്കാണ് വരുന്നത്. आज भी वह रकम अमेरिका में जरूरतमंदों के हाथों में घूम रही है. इसका तात्पर्य क्या है? അപ്പൊ ഇതും ആനന്ദ് കി ഫുൽജഡിയ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ തന്നെയാണ്. ഇപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. ആദ്യം ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടി കൊടുത്ത ഒരു എമൗണ്ട് ആയിരുന്നു. അത് പിന്നെ അവിടെ ആവശ്യക്കാരുടെ കയ്യിൽ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണെന്ന് അത് പറഞ്ഞിട്ടുണ്ട്. അതിലെ ക്വസ്റ്റ്യൻ ആൻസർ പ്രൊവൈഡ് ചെയ്ത സമയത്ത് ഇതിന്റെ ആൻസേഴ്സ് തന്നിട്ടുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. दोहा पढ़े और आशय लिखे. लघुदा से प्रबुदा मिले, प्रबुदा से प्रभु दूरी. चीटी ले ശക്കർ, അത് ഇതിവിടെ റാക്കർ എന്നാണ് എഴുതിയിരിക്കുന്നത്, പക്ഷെ ശക്കർ എന്നാണ് കേട്ടോ ഇത്. ചലി ഹാത്തി കെ സിർധൂരി, ഇത് കബീറിന്റെ ദോഹയാണ്, കബീർദാസിന്റെ ദോഹയാണ്. അപ്പോൾ ഇതിന്റെയും സാരാംശം കാര്യങ്ങളൊക്കെ ആ ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നെക്സ്റ്റ് വരുന്നത് ജീവൻ വൃത്താണ്. ജീവൻ വൃത്ത് പഠേ ഓർ സുകേഷ് സാനി കെ ബാരെ മേ എക് അനുച്ഛേദ് ലിഖേ. പ്രൊഫൈൽ എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പം നാം സുകേഷ് സാനി, ജന്മ 5 सितंबर 1956, जन्म स्थान लखनऊ उत्तर प्रदेश. प्रमुख रचनाएं डरे हुए लोग, ठंडी रजाई, खलील जिब्रान की लघु कथाएं. पुरस्कार डॉक्टर. ഇതിൽ ഒരുപാട് സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ട് കേട്ടോ. ഡോക്ടർ എന്നിങ്ങനെയല്ല എഴുതുക. പരമേശ്വർ ഗോയൽ ലഘുകഥാ സമ്മാൻ. പിന്നെ വിശേഷത നിമ്ന മധ്യവർഗ കി പീഡ ഓർ നിരാശ. അപ്പം ഇത് വളരെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന, എന്നാൽ ഈസിലി സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് ഇങ്ങനെ കൂട്ടിച്ചേർത്ത് സെന്റൻസ് ആക്കി എഴുതുക എന്നുള്ളതേ ആവശ്യമുള്ളൂ. അപ്പം നമ്മൾ എന്തെഴുതാ? ഹിന്ദി കെ പ്രമുഖ ലേഖക്, हिंदी साहित्य के प्रमुख लेखक सुकेश साहनी का जन्म 5 सितंबर 1956 को लखनऊ उत्तर प्रदेश में हुआ था. उनकी रचनाओं की विशेषता यह है कि वे निम्न मध्य वर्ग की पीड़ा और निराशा पाठकों के सामने लाते थे. അങ്ങനെ ഒരു സെന്റൻസ് എഴുതുക. വിശേഷതനെ ഡെലിഗേറ്റ്
എന്നിട്ട് പറയാണ് उनकी प्रमुख रचनाएं है डरे हुए लोग, ठंडी रजाई, खलील जिब्रान की लघु कथाएं आदि। उन्हें डॉक्टर परमेश्वर गोयल लघु कथा सम्मान से सम्मानित किया गया है, അല്ലെങ്കിൽ उन्हें ഡോക്ടർ പരമേശ്വർ ഗോയൽ ലഘുകഥ സമ്മാൻ പ്രാപ്ത് है എന്ന് എഴുതിയാലും കുഴപ്പമില്ല. അങ്ങനെ പെട്ടെന്ന് 2-3 സെന്റൻസ് എഴുതേണ്ട ആവശ്യമുള്ളൂ, പക്ഷേ ക്വസ്റ്റ്യന് 4 മാർക്കാണ് വരുന്നത്. नेक्स्ट 14 क्वेश्चन, कवितांश पढ़े और भावार्थ लिखे। अरे आ गई है भूली सी यह मधुरुदु 2 दिन को, छोटी सी कुटिया में रच दूं नई व्यथा 7 दिन को. അപ്പൊ ഇത് മധുരുദു എന്ന് പറഞ്ഞ കവിതയിലത്തെ 4 വരികളാണ്. ഇതിന്റെ സാരാംശം എഴുതാണ് ഇവിടെ വേണ്ടത്. ഇതും നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഈ ചാപ്റ്റർ എടുത്തപ്പോൾ ഇതിലത്തെ ക്വസ്റ്റ്യൻ ആൻസറും ഇതിന്റെ പ്രോപ്പർ എക്സ്പ്ലനേഷനും മുൻപേ തന്നിട്ടുള്ളതാണ്, അതുകൊണ്ട് അത് വീണ്ടും പറയണില്ല. 15th, ये कथन पढ़े और इब्राहिम अली के चरित्र पर टिप्पणी लिखे. वापस तो हम न जाएंगे, आपको या किसी को हमें रोकने का कोई हक नहीं, हमें अपने भाइयों से लड़ाई नहीं करनी. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സിനെ ബേസ് ചെയ്തിട്ട് ഇബ്രാഹിം അലിയുടെ ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ആകെ 2-3 സ്റ്റേറ്റ്മെന്റ്സേ തന്നിട്ടുള്ളൂ. അപ്പോൾ പ്രോപ്പർ ആയിട്ട് ഇതിനെ തന്നെ ബേസ് ചെയ്തിട്ട് എഴുതണമെന്നില്ല. ഇബ്രാഹിം അലിയുടെ ജനറൽ ആയിട്ട് ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതിയാൽ മതി. 4 മാർക്കാണുള്ളത്. അപ്പോൾ ഒരുപാട് വലിച്ചു നീട്ടി എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ഒരു ക്യാരക്ടർ സ്കെച്ചും ജുലൂസ് ചാപ്റ്ററിന്റെ ഒപ്പം തന്നെ ക്വസ്റ്റ്യൻ ആൻസറിന്റെ ഒപ്പം തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ്. സഹി മിലാൻ കരെ. നെക്സ്റ്റ് ഈ 16th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ പേപ്പറിൽ വരുന്നതിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള ഹൈ സ്കോറിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. കുറച്ച് വേർഡ്സും അതിന്റെ മീനിങ്സ് പഠിക്കുകയാണ് വേണ്ടത്, എന്നിട്ട് അതിനെ മാച്ച് ചെയ്യുക. ഫസ്റ്റ് ക്യാൻസൽ. ക്യാൻസലിന്റെ മീനിങ് എന്താണ്? റദ്ദ് കരെ. ഫോർമാറ്റ് പ്രാരൂപ്, പബ്ലിക്, सार्वजनिक, सेव सहेजें, शेयर साझा करें, ट्रैश कूड़ेदान, फाइल സഞ്ചിക, ഔട്ട്പുട്ട് ബഹിർപാത. അപ്പോൾ കുറച്ച് വേർഡ്സും അതിന്റെ മീനിങ്സും പഠിക്കാനുള്ള ഒരു എഫേർട്ട് എടുക്കണമെന്നേ ഉള്ളൂ. പക്ഷെ സിമ്പിൾ ആയിട്ട് 8 വേർഡ്സ് മാച്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ 8 മാർക്സ് ആണ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. അതേസമയം വേറൊരു 8 മാർക്സിന്റെ ക്വസ്റ്റ്യൻ എഴുതണമെങ്കിൽ 1.5-2 പേജ് എഴുതണം. അപ്പോൾ അതിനേക്കാളും എത്രയോ എഫേർട്ട് കുറവാണ്. അപ്പോൾ അതെങ്കിലും പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ 8 മാർക്സ് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. नेक्स्ट क्वेश्चन, कवितांश पढ़े और 17 से 19 तक के प्रश्नों के उत्तर लिखे. रात यूं कहने लगा मुझसे गगन का चांद, आदमी भी क्या अनोखा जीव होता है, उलझने अपनी बनाकर आप ही फंसता और फिर बेचैन हो जागता ना सोता है. जानता है तू कि मैं कितना पुराना हूँ, मैं चुका हूँ देख मनु को जनते मरते, और लाखों बार तुझसे पागलों को भी चांदनी में बैठ स्वप्नों पर सही करते. ആകാശ का समानार्थी शब्द क्या है? ആകാശത്തിന് സമാനാർത്ഥിയായിട്ടുള്ള വാക്ക് എന്ന് പറയുന്നത് ഗഗൻ. ഗഗൻ കാ ചാന്ദ് എന്നല്ലേ പറയുന്നത്. യഹാ കവി കിസ്സെ ബാത്തേ കർത്താ ഹെ. കവി ആരോടാണ് സംസാരിക്കുന്നത്? ചാന്ദിനോട്. കവിതാംശ് കി ആസ്വാദൻ ടിപ്പണി ലിഖേ. അപ്പൊ ആസ്വാദൻ ടിപ്പണി ചാന്ദ് ഓർ കവിയുടെ മുൻപ് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുക കേട്ടോ. പിന്നെ ഈ വീഡിയോന്റെ താഴെ +1 പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ അറ്റാച്ച് ചെയ്യാം. അപ്പൊ ആരെങ്കിലും മുൻപ് ആ വീഡിയോസ് കാണാത്തത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പോയിട്ട് കാണാവുന്നതാണ്. എല്ലാ വീഡിയോസും ആ പ്ലേലിസ്റ്റിലുണ്ട്. +1 ചാപ്റ്റേഴ്സ് വിത്ത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. सूचना, गद्यांश पढ़े, प्रश्न 20 और 21 के उत्तर लिखे. അപ്പൊ താഴെ തന്നിട്ടുള്ള പാരഗ്രാഫ് വായിച്ചിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 20 അതുപോലെ തന്നെ 21 ആൻസർ എഴുതുക. मैंने भाई का चेहरा देखा, वे मेरी ओर देख रहे थे, उनकी आंखें लाल थी और उनमें करुणा और कातरता थी, जैसे वे मुझसे याचना कर रहे हो कि मैं सच बोल दूं, लेकिन तब तक देर हो चुकी थी, उन्हें सजा मिल चुकी थी. फिर इतनी जल्द बातों को बिल्कुल बदलना मुझे संभव भी नहीं लग रहा था. क्या पता पिताजी फिर मुझे ही मारने लगते. मैं डर रहा था. छोटा बाई क्यों डर रहा था? എന്തുകൊണ്ടാണ്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ छोटे बाईനെ അടിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് കുട്ടി പേടിച്ചത്. छोटे बाई के मन में ये डर था कि अगर वह सच बोल देता तो पिताजी उसे सजा देते. അതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരിക. പിന്നെ ഖണ്ഡ് കാ സംക്ഷേപൺ കരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാരഗ്രാഫിനെ ഷോർട്ട് ആക്കി എഴുതാണ്. അപ്പൊ ഇവിടെ കുറച്ച് അധികം സെന്റൻസ് തന്നിട്ടുണ്ട്. ഇതിനെ 1/3 ആക്കിയിട്ട് റെഡ്യൂസ് ചെയ്ത് എഴുതാം. അപ്പൊ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, मैंने जब बाई को देखा तो उनके चेहरे पर एक करुणा की याचना थी. അപ്പോ അതിലെന്ന് പറഞ്ഞാൽ ഈ എൻറ്റയർ പോർഷനത്തെ
സെന്റൻസ് എല്ലാം കൂടി ഒറ്റൊരു സെന്റൻസിൽ ഷോർട്ടായി മാറി. എന്നിട്ട് തബ് തക് ബഹുത് ദേർ ഹോ ചുക്കി തീ അഗർ मैं सच बोल देता तो शायद पिताजी मुझे ही मारने लग जाते എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുക. അപ്പൊ 2-3 സെന്റൻസ് ആക്കിയിട്ട് ഈ ഒരു പാരഗ്രാഫിനെ ചുരുക്കി എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. 22 से 26 तक के प्रश्नों में से किन्हीं 3 के उत्तर लिखे. 22 to 26 വരെ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും 3 ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് എഴുതേണ്ടത്. അങ്ങനെ ഓരോ ക്വസ്റ്റ്യനും 6 മാർക്സ് ആണ്. അപ്പോൾ 3 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ 18 മാർക്സ് ആണ് വരിക. 22nd क्वेश्चन, अनुताप लघु कथा के यात्री का मन संघर्ष से भरा था, वह अपना संघर्ष डायरी में लिख रहा है, वह डायरी लिखे. असलम की मृत्यु की खबर, असलम के प्रति अपना व्यवहार, പശ്ചാത്താപ് से उत्पन्न അനുതാപ്. അപ്പോൾ ആ ഒരു സ്റ്റോറിയുടെ സമ്മറി അറിയാന്നുണ്ടെങ്കിൽ അതിനെ ഡയറി ആയിട്ടായാലും ലെറ്റർ ആയിട്ടായാലും എഴുതാന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ജസ്റ്റ് ഡയറിയുടെയും ലെറ്ററിന്റെയും ഫോർമാറ്റ് അറിഞ്ഞിരിക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ ഇതില് അനുതാപില് ഈ ഒരു സമ്മറി ഞാൻ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നെങ്കിൽ അത് ഡയറിയുടെ ഫോമിലായിരിക്കും, അല്ലെങ്കിൽ അത് ലെറ്ററിന്റെ ഫോമിലായിരിക്കും. അപ്പൊ ജനറൽ സമ്മറി പഠിച്ചു വെച്ചിട്ട് എന്ത് ചെയ്യുക, ഫോർമാറ്റ് മാറ്റി എഴുതുക മാത്രമേ വേണ്ടുള്ളൂ. അപ്പൊ ഇവിടെ ഡയറിയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഡേറ്റും പിന്നെ ദിവസവും എഴുതിയിട്ട് ആ ഒരു സമ്മറി എഴുതുക. 23rd क्वेश्चन, मिट्टी के तेल की डिबरी के प्रकाश में देखा वह दृश्य उनकी आंखों के सामने से ना हटता था. दुख कहानी की इस घटना के बारे में बताते हुए दिलीप अपने मित्र को पत्र लिखता है, वह पत्र तैयार करें. അപ്പോൾ ആ ഒരു മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ കണ്ട ദൃശ്യം ദിലീപിന് മറക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. ആ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് ദിലീപിന്റെ ഒരു ഫ്രണ്ടിന് ലെറ്റർ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ആ ലെറ്റർ എങ്ങനെയായിരിക്കും അത് എഴുതാനാണ് പറയുന്നത്. ലഡ്കെ കെ ഘർ കി ഹാലത്ത് ഗരീബി കി തീവ്രത ദുഃഖ് കി പെഹച്ചാൻ. അപ്പം ദുഃഖിന്റെ ക്വസ്റ്റ്യൻ ആൻസർ വീഡിയോയില് ഇങ്ങനെ ഈ ഒരു ചാപ്റ്ററിന്റെ സമ്മറിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് സമ്മറി ആയിട്ടായിരിക്കില്ല, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്നെങ്കിൽ ലെറ്റർ അല്ലെങ്കിൽ ഡയറി ആയിട്ടാവും ഉണ്ടാവുക. അപ്പോൾ ഇതില് ഡയറി അല്ല ചോദിച്ചിട്ടുള്ളത്, ഇതിലെന്താ ചോദിച്ചിട്ടുള്ളത്, ലെറ്റർ ആണ്. അപ്പോൾ ലെറ്ററിൽ നമ്മൾ എന്താണ് ഡേറ്റും പ്ലേസും എഴുതുക. എന്നിട്ട് പ്രിയ മിത്ര, ആ മിത്രന്റെ ഒരു പേര്, റാൻഡം ആയിട്ടുള്ള പേരുകൾ ഉപയോഗിക്കുക കേട്ടോ. ശരിക്കും പബ്ലിക് എക്സാമിന് എഴുതുമ്പോൾ നമ്മുടെ സ്വന്തം പേര് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അതേപോലെ പക്ക നമ്മുടെ സ്കൂളിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്നും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പൊ റാൻഡം ആയിട്ടുള്ള പേരുകളാണ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പ്രിയ മിത്ര എന്ന് പറഞ്ഞിട്ട് ആ മിത്രന്റെ ഒരു പേര് കൊടുക്കുക. എന്നിട്ട് ആളെ കുറിച്ച് വിശേഷം ചോദിക്കുന്നതായിട്ട് വേണം ഫസ്റ്റ് പാരഗ്രാഫ് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോ തും कैसे हो, परिवार कैसा है, आशा करता हूं कि तुम सब कुशल मंगल है. അങ്ങനെ ഫസ്റ്റ് പാരഗ്രാഫ് കംപ്ലീറ്റ് ചെയ്യുക. 2-3 സെന്റൻസ് എഴുതിയാൽ മതിയാവും. അപ്പൊ അത് എഴുതി കഴിഞ്ഞിട്ട് ആ സമ്മറി എഴുതുക. കൺക്ലൂഡിംഗ് ലൈൻസ് ആയിട്ട് എഴുതേണ്ടത് തുമ്ഹാരെ ജവാബ് കി ഇന്തിസാർ മേ എന്ന് പറഞ്ഞിട്ട് താഴെ തുമ്ഹാര പ്രിയ മിത്ര ദിലീപിന്റെ പേര് കൊടുക്കാം. കാരണം ഇതിൽ ക്യാരക്ടറിന്റെ പേര് ദിലീപ് എന്നായതുകൊണ്ട് അത് മാറ്റി എഴുതാൻ പറ്റില്ലല്ലോ. അപ്പൊ പിന്നെ അവിടെ ദിലീപ് തന്നെ കൊടുക്കണം. ഫ്രണ്ടിന്റെ പേര് ഏതെങ്കിലും റാൻഡം ആയിട്ടുള്ള ഒരു പേര് കൊടുക്കാട്ടോ. 24th, बूढ़ा आदमी आम की गुठलियां बो रहा था, यह देखने वाला एक नौजवान उससे बातें करता है, यह बातचीत तैयार करेगा. അപ്പൊ ഈ കോൺവെർസേഷൻ അല്ല, സംഭ്രാന്ത് മഹിളനായിട്ടുള്ള കോൺവെർസേഷൻ ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇവിടെ ബൂഢ ആദ്മി എന്താണ് ചെയ്യണമെന്ന് നൗജവാന് ചോദിക്കാമല്ലോ. ഇവിടെ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടോ. ഈ പാരഗ്രാഫിന്റെ സംക്ഷേപണം എഴുതുന്ന സമയത്ത് സംക്ഷേപണിന് ഒരു ഹെഡിങ് കൊടുക്കണം. ആ ഹെഡിങ്ങിന് മാർക്ക് ഉണ്ട്. അപ്പൊ ഹെഡിങ് കൊടുത്തിട്ട് വേണം ഇതിനെ ചുരുക്കി എഴുതാൻ വേണ്ടിയിട്ട്. ഹെഡിങ് ഈ പാരഗ്രാഫിനായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്ത് വേണമെങ്കിൽ എഴുതാം. ഇപ്പൊ ഇവിടെ വേണമെങ്കിൽ അപരാധ് എന്ന് എഴുതാം, അല്ലെങ്കിൽ അപരാധ് ബോധ് എന്ന് എഴുതാം. അങ്ങനെ എന്തായാലും കുഴപ്പമില്ല. നൗജവാൻ ബാബ യ ക്യാ കർ രഹേ ഹെ. അപ്പം ആ യുവാവ് ചോദിക്കുകയാണ് എന്താണ് താങ്കൾ ചെയ്യുന്നത് എന്ന്. ബൂഢ മേ ആം കി ഗുട്ലിയ ബോ രഹാ ഹൂം. ഞാൻ മാങ്ങയുടെ സീഡ്സ് കുഴിച്ചിട്ടോണ്ടിരിക്കുകയാണ്. നൗജവാൻ ഇസ് ഉമ്ര മേ, ഈ പ്രായത്തിലോ. ബൂഢ ഇസ് ഉമ്ര മേ ക്യോ നഹി, ഈ ഒരു പ്രായത്തില് എന്തുകൊണ്ട് പാടില്ലേ, എന്താ പാടില്ലേന്ന് ചോദിക്കുകയാണ്. നൗജവാൻ ബാബ ഇസ്കെ ഫൽ കബ് ഖാവോഗെ. അപ്പോ ഇതിന്റെ ഫലം താങ്കൾ എപ്പോഴാണ് കഴിക്കുക, കാരണം അദ്ദേഹത്തിന് അത്യാവശ്യം പ്രായമായല്ലോ, അതാണ് അങ്ങനെ ചോദിക്കുന്നത്. ബൂഢ മേ ഫൽ നഹി ഖാ സക്താ തോ ക്യാ ഹുവാ ബേട്ട.
അതിനെന്താ മോനെ ഇതിന്റെ ഫലം എനിക്ക് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് ചോദിക്കാണ്. നൗജവാൻ കോൺ ഖാ സക്താ ഹെ, പിന്നെ ആര് കഴിക്കാനാണ്? ബൂഢ തും തോ ഖാ സക്കോഗെ, മേരെ തുമ്ഹാരെ നാത്തി പോത്തി തോ ഖായെങ്കെ, നിനക്ക് കഴിക്കാലോ, അതേപോലെ എന്റെയും നിന്റെയും പേരക്കുട്ടികൾക്ക് കഴിക്കാലോ. नौजवान बाबा बहुत शुक्रिया, तुम्हारी മനോവൃത്തി बहुत ऊंची है. മനോവൃത്തിക്ക് ഇവിടെ ഡബിൾ ആണ് കേട്ടോ, ഥ രണ്ടെണ്ണം ഉണ്ട്. അപ്പോ നൗജവാൻ പറയാണ്, ബാബ നിങ്ങളുടെ മനസ്സ് വളരെ വലിയതാണ്. അപ്പം ഈ ഒരു ആൻസർ ഞാൻ HSS ലൈവിൽ നിന്ന് എടുത്തതാണ്, കാരണം കുറച്ച് ഷോർട്ടായിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന കോൺവെർസേഷൻ എന്ന് പറയുന്നത് കുറച്ചധികം ലോങ് ആണ്. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ചുരുക്കി എഴുതാൻ പറ്റുന്ന ഒരു കോൺവെർസേഷൻ എന്നുള്ള രീതിയിൽ എടുത്തതാണിത്. 25th क्वेश्चन, अक्टूबर 2 को गांधी जयंती है, मान ले इस अवसर पर आपके स्कूल में स्वच्छता दिवस का आयोजन हो रहा है, इसके लिए एक उचित പോസ്റ്റർ तैयार करें. ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയാണ്, അന്ന് നിങ്ങളുടെ സ്കൂളിൽ ഒരു സ്വച്ഛതാ ദിവസം ആചരിക്കുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ സ്കൂളിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള നെയിം എഴുതരുത്. അപ്പോൾ പോസ്റ്റർ എന്നിട്ട് അതിന്റെ മോഡലാണ് കൊടുത്തിരിക്കുന്നത്. പോസ്റ്ററിന് എഴുതിയിട്ട് താഴെ സ്കൂളിന്റെ പേര് ഹെഡിങ് ആയിട്ട് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ എഴുതുക, ഗാന്ധി ജയന്തി സമാരോह 2 अक्टूबर 2022 को सुबह 10 बजे से शाम को 4 बजे तक स्वच्छता दिवस के रूप में मनाया जा रहा है. स्कूल और आसपास के जगहों की सफाई, स्वच्छता के बारे में जागरूकता. അപ്പൊ അന്ന് നടക്കുന്ന പ്രോഗ്രാംസ് ആണ് എഴുതിയിരിക്കുന്നത്. ഉദ്ഘാടക് ആദരണീയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, സബ്കാ സ്വാഗത്, NSS യൂണിറ്റ് സ്കൂൾ. അപ്പോൾ ഒരു പോസ്റ്റർ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? മെയിൻ ആയിട്ട് ഹെഡിങ് വേണം, ആ സ്കൂളിന്റെ പേര്. എന്നിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഡേറ്റും അതുപോലെ തന്നെ എന്താണ് പരിപാടി എന്ന്. ഗാന്ധി ജയന്തി ആണ്, അതിന്റെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പോസ്റ്ററിൽ എപ്പോഴും ഒരു പ്രോഗ്രാം കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് അതിൽ ആഡ് ചെയ്യേണ്ടത്? സമയം കൊടുക്കണം. അപ്പോൾ ഇവിടെ 10 ബജെ സമയം കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഷാംക്ക് 4 ബജെ തക് 10 to 4 ആണ് ടൈം പറഞ്ഞിരിക്കുന്നത്. അന്ന് എന്ത് പ്രോഗ്രാമാണ് നടത്തുന്നത്? സ്വച്ഛതാ ദിവസ്. അപ്പൊ ക്വസ്റ്റ്യനിൽ തന്നെ എല്ലാം തന്നിട്ടുണ്ടാവും, അതൊന്ന് ഓർഗനൈസ് ചെയ്ത് എഴുതുക എന്നുള്ള ഒരു കാര്യമുള്ളൂ. മെയിൻ സംഭവം ഒരു പോസ്റ്റർ എന്ന് പറയുമ്പോൾ ഇതിൽ ബോക്സ് ഉണ്ടായിരിക്കണം. ഇതിപ്പം ടൈപ്പ് ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആയതുകൊണ്ടായിരിക്കും ഈ ബോക്സ് കൊടുക്കാണ്ടിരുന്നിട്ടുണ്ടാവുക. പക്ഷെ ആദ്യം തന്നെ ആ ബോക്സ് വരച്ചിട്ട് വേണം അതിന്റെ ഉള്ളിൽ ഈ കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് ആ പ്രോഗ്രാമിന്റെ ഹൈലൈറ്റ്സ് ആയിട്ടുള്ള 2 കാര്യം, സ്കൂൾ और आसपास के जगहों की सफाई, स्वच्छता के बारे में जागरूकता. അപ്പോൾ സ്കൂളും പരിസരവും വൃത്തിയാക്കല്, അതുപോലെ തന്നെ സ്വച്ഛത के बारे में जागरूकता എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലെൻലിനെസിനെ കുറിച്ചിട്ടുള്ള ജാഗരൂകത, അവയർനെസ് പ്രൊവൈഡ് ചെയ്യുന്നു. എന്നിട്ട് പിന്നെ ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ, പ്രത്യേകിച്ച് ഒരു സ്കൂളിലെ പ്രോഗ്രാം, ഗാന്ധി ജയന്തിനായിട്ട് സംബന്ധിച്ചൊരു പ്രോഗ്രാം ആവുമ്പോൾ ആരെങ്കിലും പ്രോഗ്രാം ഇനോഗ്രേറ്റ് ചെയ്യണം. അപ്പൊ ഇനോഗ്രേറ്റ് ചെയ്യാൻ വരുന്നത് ആരാണ്? ആദരണീയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. ഈ കാര്യങ്ങൾ പോസ്റ്റർ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. ടൈം, പ്ലേസ്, പിന്നെ പ്രോഗ്രാം എന്താണ്, അതുപോലെ തന്നെ എവിടെയാണ് നടക്കുന്നത്, പ്രോഗ്രാമിന്റെ ഹൈലൈറ്റ്സ്. എന്നിട്ട് അവസാനം എഴുതുക സബ്കാ സ്വാഗത്, ഓൾ ആർ വെൽക്കം എന്നുള്ളത്. 26th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ? ട്രാൻസ്ലേഷൻ ആണ്. അംഗ്രേജി സംവാദ് കാ ഹിന്ദി മേ അനുവാദ് കരെ, ഇംഗ്ലീഷ് ഒരു കോൺവെർസേഷനെ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാന്നുള്ളതാണ്. അരുൺ, മേ ഐ കം ഇൻ ടീച്ചർ. അപ്പോൾ അരുൺ എഴുതിയിട്ട് മേ ഐ കം ഇൻ ടീച്ചർ. അപ്പോൾ എന്താണ്? ക്യാ മേ അന്തർ ആ സക്താ ഹൂ ടീച്ചർ എന്ന് എഴുതാം. ടീച്ചർ, യെസ് വൈ ഡിഡിന്റ് യു കം യെസ്റ്റർഡേ. ഹാ അന്തർ ആവോ, തും കൽ സ്കൂൾ ക്യൂ നഹി ആയേ ഥേ എന്ന് ചോദിക്കാം. കൽ എന്ന് പറയുമ്പോൾ യെസ്റ്റർഡേ എന്ന് പറയുമ്പോൾ കൽ, വൈ ഡിഡിന്റ് യു കം എന്ന് പറയുമ്പോൾ ക്യൂ നഹി ആയേ ഥേ, യു, തും ക്യൂ നഹി ആയേ ഥേ. അരുൺ, സോറി ടീച്ചർ മൈ മദർ വാസ് ഇൽ. അപ്പം അരുൺ പറയാണ്, ക്ഷമ കീജിയെ ടീച്ചർ, മൈ മദർ വാസ് ഇൽ, മേരി മാ ബീമാർ ഥി. ഇൽ എന്ന് പറയുമ്പോൾ എന്താണ്? ബീമാർ എന്നാണല്ലോ. അത് നിങ്ങൾക്ക് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ പെട്ടെന്ന് ആലോചിക്കുമ്പോൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ടീച്ചർ, ഓ ഹൗ ഇസ് ഷീ നൗ. അപ്പം ടീച്ചറിന് എഴുതിയിട്ട് കൊടുക്കുക അബ് വേ കാസി ഹെ, അമ്മയാണല്ലോ, അപ്പോ സ്ത്രീലിംഗിൽ ഉപയോഗിക്കുന്നോണ്ട് കാസി എന്ന് വെക്കണം. അബ് വേ കാസി ഹെ. അരുൺ, നൗ ഷീ ഈസ് ഓൾ റൈറ്റ്. അപ്പോ അരുൺ പറയാ അബ് വേ ടീക് ഹെ. അപ്പൊ ഇതിൽ വഹ്ന്ന് ഉപയോഗിച്ചാലും കുഴപ്പമില്ല, പക്ഷെ അമ്മേനെ കുറിച്ച് സംസാരിക്കുന്നോണ്ട് കുറച്ച് റെസ്പെക്ട് എന്നുള്ള രീതിയിൽ വേന്ന് ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അബ് വേ ടീക് ഹെ. ടീച്ചർ, ഓക്കെ ഗോ ടു യുവർ സീറ്റ്. അപ്പോ ടീച്ചർ പറയാണ്, ഹാ ടീക് ഹെ, തും അപ്നി ജഗ പർ ജാകെ ബാഠോ.
27 से 30 तक के प्रश्नों में से किन्हीं 2 के उत्तर लिखिए. അപ്പൊ നെക്സ്റ്റ് 27 to 30 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻ ആണ് ആൻസർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അതിൽ ഓരോ ക്വസ്റ്റ്യനും 8 മാർക്സ് ആണ്. അങ്ങനെ 2 ക്വസ്റ്റ്യനും കൂടിയിട്ട് 16 മാർക്സ്. 27 क्वेश्चन. सड़क दुर्घटनाओं को रोकने के लिए सरकार की ओर से की गई कार्रवाइयों की सूचना पाने के लिए किशोर कुमार वसंत कोल्लम की ओर से सार्वजनिक सूचना अधिकारी सड़क परिवहन विभाग केरल सरकार के नाम सूचना अधिकार पत्र तैयार करें. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ ശ്രദ്ധിക്കേണ്ട ആവശ്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിൽ ആകെ കൂടി 2 ക്വസ്റ്റ്യൻ ആണ് അറ്റംപ്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പം ഏറ്റവും കൂടുതൽ ടൈം സേവ് ചെയ്യാൻ പറ്റുന്ന 2 ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യുക. എല്ലാ സെക്ഷനിലും അങ്ങനെ തന്നെയാണ്. ഈസിലി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന, അതിൽ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നുള്ള പോലത്തെ ക്വസ്റ്റ്യൻ ആണ് അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ഈ വീഡിയോ അപ്ലോഡ് ആയതിനു ശേഷം ഈ സൂചന അധികാർ അധിനിയം എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ അതിലത്തെ ഈ സൂചന അധികാരിക്ക് എഴുതേണ്ട പത്രത്തിന്റെ കുറച്ച് അധികം മോഡൽസ് എന്റെ കയ്യിലുണ്ട്. 2-3 എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം അതിന്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിലും സഡക് ദുർഘടനയെ കുറിച്ചിട്ടുള്ള ഒരു പത്രമുണ്ട്. അപ്പൊ അത് അപ്ലോഡ് ചെയ്യുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പറയാട്ടോ. എന്നിട്ട് ഈ വീഡിയോന്റെ അടിയിൽ അത് അതിന് ശേഷം അതിന്റെ ലിങ്കും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ അതിനെക്കുറിച്ച് ഈ ഒരു ക്വസ്റ്റ്യനെ കുറിച്ച് ഒന്നും പറയാത്തത്. ഇനിയിപ്പോ നോക്കുകയാണെങ്കിൽ തന്നെ ഇതിലെ വിഷയം എന്താണ്? സഡക് ദുർഘടനാओं को रोकने के लिए सरकार की ओर से की गई कार्रवाइयों की സൂചന പാനെ കെ ലിയെ സബ്ജക്റ്റ് കിട്ടി. പിന്നെ ആരാണ് എഴുതുന്നത്? കിഷോർ കുമാർ ആണ്. എവിടുന്നാണ് എഴുതുന്നത്? കൊല്ലത്തിൽ നിന്നാണ് എഴുതുന്നത്. അതേപോലെ തന്നെ സാർവജനിക് സൂചന അധികാരി സഡക് പരിവാഹൻ വിഭാഗ് കേരള സർക്കാർ. ആരുടെ അടുത്ത് നിന്നാണ് ഇൻഫർമേഷൻ ആഗ്രഹിക്കുന്നത് എന്നും ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്ട്രാ ഫോം ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ വീഡിയോയിൽ അത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം കേട്ടോ. 28 ക്വസ്റ്റ്യൻ. കിസി ഏക് മനപസന്ദ് ഫിലിം കി സമീക്ഷ ലിഖേ. ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു മൂവിനെ കുറിച്ചിട്ടുള്ള ഒരു സമീക്ഷ എഴുതാണ് വേണ്ടത്. അപ്പോ അതിലെന്താണ്, ഏത് മൂവിനെ കുറിച്ചാണ് സമീക്ഷ എഴുതുന്നതെന്ന് ടൈറ്റിലായിട്ട് കൊടുക്കുക. എന്നിട്ട് ഫിലിം കാ കഥാസാർ, ഫിലിമിന്റെ പ്ലോട്ട്, അതിന്റെ സമ്മറി എന്താണ്, നിദേശക് की ഭൂമിക, ഡയറക്ടറിന്റെ റോള്, അതേപോലെ പട്കഥ, സംവാദ്, പാത്രോ കാ അഭിനയ്, സ്ക്രിപ്റ്റ്, അതിലെ കോൺവെർസേഷൻസ്, അതിലെ അഭിനയം, അപ്ന ദൃഷ്ടികോൺ. ഇനി ആ മൂവിനെ കുറിച്ച് നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ എന്താണ്, ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഒരു ഫിൽമി സമീക്ഷ എഴുതേണ്ടത്. അപ്പോ ഇതും ആ ബ്ലാക്ക് എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിൽ താരെ ജമീൻ പറിന്റെ ഫിൽമി സമീക്ഷ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫിൽമി സമീക്ഷയുടെ കാര്യത്തിൽ പറയാനുള്ള ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഈ ഒരു സെക്ഷൻ, ഈ ലാസ്റ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് എഴുതി തീർക്കാൻ പറ്റുന്ന 2 ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ഈ 27th തന്നിട്ടുള്ളതും ഒന്ന് 28th തന്നിട്ടുള്ളതും. 28ന്റെ കാര്യം പറയുകയാണെങ്കിൽ എക്സാം ഹാളിൽ ചെന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഒരു ഫിൽമി സമീക്ഷ ആലോചിച്ച് എഴുതി ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് ടൈം വേസ്റ്റ് ആവും. അപ്പം എപ്പോഴും മുൻപ് തന്നെ ഒരു ഫിൽമി സമീക്ഷ പഠിച്ചിട്ട് പോവുക. കാരണം ഈ സൂചന അധികാർ പത്രവും അതുപോലെ തന്നെ ഫിൽമി സമീക്ഷയും ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻസ് എന്തായാലും വരും. പിന്നെ ഫിൽമി സമീക്ഷ ആകുമ്പോൾ ഇന്നൊരു മൂവിനെ കുറിച്ച് ഫിൽമി സമീക്ഷ എഴുതുക എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ക്വസ്റ്റ്യൻ ചോദിക്കില്ല. അപ്പൊ നിങ്ങൾ പഠിച്ചു വെച്ച ആ ഒരു ഫിൽമി സമീക്ഷ തന്നെയാണ് എല്ലാ പേപ്പറിലും എഴുതേണ്ടി വരിക. അതുകൊണ്ട് അതിന്റെ ഒരു പ്രോബ്ലമേ വരുന്നില്ല. ഈ ക്വസ്റ്റ്യൻ ഷുവർ ആണ്. അപ്പൊ 8 മാർക്സിനുള്ള ഒരു മെറ്റീരിയൽ എപ്പോഴും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം, നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. പിന്നെ ഈ സൂചന അധികാർ പത്രന്റെ കാര്യം പറയുകയാണെങ്കിൽ അതിന്റെ ഫോർമാറ്റ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. പിന്നെ അതിൽ ആരാണ് എഴുതുന്നത്, എന്തിനെ കുറിച്ചാണ് എഴുതുന്നത് എന്നും ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ടാവും. പിന്നെ ആ ക്വസ്റ്റ്യൻ നമ്മൾ എൻക്വയറി ചെയ്യണത് മാത്രമാണ് ഒരു 3 ക്വസ്റ്റ്യനോ 5 ക്വസ്റ്റ്യനോ അപ്പോ ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ എക്സാം ഹാളിൽ വെച്ചിട്ട്. അപ്പോൾ ഫോർമാറ്റ് നന്നായി പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷനത്തെ 16 മാർക്സും ഈസിലി നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് 29th क्वेश्चन. सरकार की ओर से नए इलेक्ट्रिक स्कूटर का निर्माण हो रहा है, इसकी बिक्री बढ़ाने के लिए आकर्षक विज्ञापन तैयार करें. അപ്പോൾ വിജ്ഞാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്യമാണല്ലോ. അപ്പൊ ആദ്യം തന്നെ ഒരു ബോക്സ് വരയ്ക്കുക. പോസ്റ്ററിന്, നോട്ടീസിന്, ഡയറിക്ക്, ലെറ്ററിന്, വിജ്ഞാപനത്തിന് എല്ലാത്തിനും ആദ്യം ഒരു ബോക്സ് വരയ്ക്കണം. അതിന് മാർക്ക് ഉണ്ട്. അപ്പൊ അത് മറന്നു പോകരുത്. എന്നിട്ട് ഹെഡിങ് ആയിട്ട് കേരള സർക്കാർ की तरफ से ഇലക്ട്രിക് സ്കൂട്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് കൊടുക്കുക. അതിന്റെ താഴെ ഇതിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് കം ദാം, ആകർഷക് ഡിസൈൻ, ബഹുരംഗി, മൈലേജ് ജ്യാദ, അതൊക്കെ കൊടുക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഇതും പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് എഴുതുന്നതെന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ ഇവര് പറഞ്ഞിട്ടുണ്ട് കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന്. അപ്പൊ ഗവൺമെന്റ് ഉണ്ടാക്കുന്നതാണ്. എങ്ങനെ നോക്കിയാലും ഈ ഒരു പരസ്യം, വിജ്ഞാപനം എന്ന് പറയുന്നത് പരസ്യമാണ്. പരസ്യം എപ്പോഴും അട്രാക്റ്റീവ് ആയിരിക്കണം. അപ്പോൾ ഈ
കേരള സർക്കാർ की तरफ से ഇലക്ട്രിക് സ്കൂട്ടർ എന്നിട്ട് കേരൾ ഓട്ടോമൊബൈൽസ് ഒരു പ്ലേസ് കൊടുക്കുക. എന്നിട്ട് അതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ് വിശേഷതായം എന്ന് പറഞ്ഞിട്ട് ഈ താഴെ കൊടുത്തിട്ടുള്ള 4 പോയിന്റ്സ് ലിസ്റ്റ് ചെയ്യുക. എന്നിട്ട് സൈഡിൽ ഇങ്ങനെ സ്റ്റാർ പോലെ വരയ്ക്കുക. എന്നിട്ട് അതിന്റെ ഉള്ളിൽ ഒരു എമൗണ്ട്, നിങ്ങൾക്ക് എത്രയാണ് എമൗണ്ട് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര തൊട്ട് തുടങ്ങുന്നു. ബഹത് കം ദാമേ ആകർഷക് ദാമോമേ അങ്ങനെ പറഞ്ഞ് കൊടുക്കുക. കാരണം അതിന്റെ സെയിൽസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് വരച്ച് എഴുതാൻ വേണ്ടി പറയുന്നത്. പക്ഷേ ഇവിടെ എന്താണ് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി ഈസിലി എഴുതാൻ പറ്റുന്ന 2 ക്വസ്റ്റ്യൻസ് മേലെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി റിസ്ക് ചെയ്യണേക്കാളും ആ 2 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യണതാണ് എപ്പോഴും ഒരു സ്മാർട്ട് മൂവ് ആയിട്ടുള്ളത്. പക്ഷെ ഇൻ കേസ് ഇപ്പൊ നിങ്ങൾക്ക് ഫിൽമി സമീക്ഷ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല, അങ്ങനെയാണെങ്കിൽ വിജ്ഞാപൻ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമുക്ക് വിജ്ഞാപന്റെ ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു മോഡൽ തന്ന് പഠിപ്പിച്ചിട്ട് കാര്യമില്ല. അതിന്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുക. അതിൽ ചില സമയത്ത് പരസ്യത്തിൽ അവർ ഇവിടെ തന്നെ തന്നിട്ടുണ്ടാവും ഈ സംഭവത്തിന് ഇത്ര രൂപ തൊട്ട് ഇത്ര രൂപ വരെയാണ് വില വരുന്നത് എന്ന്. അപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് ഇത്ര രൂപ എന്ന് എഴുതാൻ പാടില്ല. ക്വസ്റ്റ്യനിൽ അത് തന്നിട്ടുണ്ടെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. ദെൻ 30th ക്വസ്റ്റ്യൻ, समानता का अधिकार विषय पर एक लेख लिखिए. അപ്പോൾ ഒരു ലേഖനം എഴുതാനാണ് സമാനത, ഈക്വാലിറ്റിനെ കുറിച്ചിട്ട്, ഈക്വൽ റൈറ്റ്സിനെ കുറിച്ചിട്ട് ഒരു ലേഖനം എഴുതണം. ലിംഗ സമാനത, പരിവാർ മേ സമാനത, സമാജ് മേ സമാനത, അപ്നാ മത് പ്രകട് കർണേ കാ അധികാർ. അപ്പം ലിംഗസമത്വം, പിന്നെ ഫാമിലിയിൽ കിട്ടേണ്ട ഈക്വാലിറ്റി, സമൂഹത്തിൽ കിട്ടേണ്ട ഈക്വാലിറ്റി, അപ്ന മത് പ്രകട് കർണേ കാ അധികാർ, നമ്മളുടെ ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യാനുള്ള അവകാശം, ഇതാണ്. അപ്പം ഇവിടെ ലിംഗസമത്വം എന്ന് പറഞ്ഞ് കൊടുത്തത് കൊണ്ട് പ്രത്യേകിച്ച് ജെൻഡർ ഈക്വാലിറ്റിനെ കുറിച്ചാണ് കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്ത് എഴുതേണ്ടി വരിക. നോർമലി ഇപ്പൊ ഇവിടെ ഈ ലിംഗസമത്വം എന്ന് പറഞ്ഞ സംഭവം കൊടുത്തിട്ടില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ജനറലി സമാനത കാ അധികാർ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് പരിവാർ മേ സമാനത, സമാജ് മേ സമാനത അത് മാത്രം കൊടുക്കുകയാണെങ്കിൽ, അപ്നാ മത് പ്രകട് കർണേ കാ അധികാർ എന്ന് കൊടുക്കുകയാണെങ്കിൽ എഴുതാൻ പറ്റണേല് നമുക്ക് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. അപ്പൊ അതിൽ ലിംഗ സമാനത ഉൾപ്പെടുത്തേണ്ടി വരും. ആർथिक रूप से സമാനത, അതായത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റസിനെ കുറിച്ചിട്ടുള്ളത് എഴുതേണ്ടി വരും. കാരണം പല സ്ഥലത്തും ഈ പുവർ ആയിട്ടുള്ള ആൾക്കാരനെ ഡിഗ്രേഡ് ചെയ്ത് കാണിക്കുന്നു. പിന്നെ അതേപോലെ റേസസിനെ കുറിച്ചിട്ട് അതും എഴുതേണ്ടി വരും. പിന്നെ ഈ ലേഖിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാല് ലേഖ എഴുതിയിട്ട് 8 മാർക്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യത്തിന് ഇലാബറേറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പൊ ഈ ഒരു സെക്ഷനിൽ ഏറ്റവും സേഫ് ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ ആണ്, ഫിൽമി സമീക്ഷയും അതുപോലെ തന്നെ സൂചന അധികാർ അധിനിയം എന്ന് പറഞ്ഞ ചാപ്റ്റർ എന്ന് പറഞ്ഞ ആ ഒരു സൂചന അധികാറിന്റെ പത്രം. ഓക്കെ, അപ്പം ഇത് പിന്നെ ഈ 30th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് ലേഖന വരണമെന്നില്ല, മിക്കവാറും ലേഖനയാണ് ചോദിക്കുക. അപ്പൊ അത് മാറി മാറി വരാം വിഷയം. സമാനത തന്നെ ചോദിക്കണമെന്നില്ല, വേറെ എന്ത് വേണമെങ്കിലും ചോദിക്കാം. ചിലപ്പോ ഈ ഒരു പ്ലേസില് ഈ പത്ഥർ കി ബെഞ്ചില് സാർവജനിക് സ്ഥാനം നഷ്ടപ്പെടുന്നതിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോ അത് ആ ചാപ്റ്ററിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഒരു ലേഖ ഞാൻ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സാർവജനിക് സ്ഥാനം, അതായത് പബ്ലിക് പ്ലേസസ് എന്തുകൊണ്ടാണ് നഷ്ടപ്പെടുന്നത്, ഇനി നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ അതും വരാം. അല്ലെങ്കിൽ ഈ കെഹന നഹിയാത്ത ആ ചാപ്റ്ററിൽ നിന്നാണ് ഏതാണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. കാരണം അതിലാണല്ലോ സംസാരിക്കാൻ പറ്റായികയും അങ്ങനത്തെ കാര്യങ്ങളെ അഡ്രസ് ചെയ്യണത്. അപ്പോ 30th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്ത് വേണമെങ്കിൽ ആവാം ലേക്ക്. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 27, 28 ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും സേഫ് ആയിട്ടുള്ളത്, ഏറ്റവും ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്നത്. ടൈമും കുറവാണ്. അപ്പം 80 മാർക്സിന്റെ പേപ്പേഴ്സ് ആവുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ടൈമിന്റെ പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ പാരഗ്രാഫിന്റെ ഏരിയ ഉണ്ടല്ലോ, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ഒരുപാട് വലിച്ചു നീട്ടി എഴുതാതിരുന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് വരുമ്പോൾ എസ് എഴുതാൻ ടൈം കിട്ടില്ല. അപ്പോൾ സേഫ് ആയിട്ട് എഴുതാൻ പറ്റുന്ന 2 ക്വസ്റ്റ്യൻ ആണ് ആ ലെറ്റർ, ആ ഫോർമൽ ആയിട്ടുള്ള ലെറ്ററും പിന്നെ ഫിൽമി സമീക്ഷ. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ സൂചനാധികാറിന്റെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസിന്റെ ലിങ്കും ഈ വീഡിയോന്റെ താഴെ തന്നെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ അത് റെഫർ ചെയ്യാട്ടോ. അതുപോലെ 2021 മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസർ കീയും ഈ ചാനലിൽ തന്നെ ഉണ്ട്. അപ്പം അത് ചെക്ക്ഔട്ട് ചെയ്യേണ്ടവര് അതും ചെക്ക് ചെയ്ത് നോക്കാട്ടോ. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോമെന്റ്സിൽ ചോദിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസിന്റെ കോമെന്റ്സിൽ എഴുതി അറിയിക്കുക.